സർ, ഇന്ന് രാത്രി നന്നായി ഉറങ്ങിക്കോളൂ. കാരണം ഉറക്കമില്ലാത്ത രാത്രികൾ ഉടൻ നിന്നെ തേടിയെത്തും. ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ രാഷ്ട്രീയ മുന്നറിയിപ്പുകളിൽ ഒന്നായി അറിയപ്പെടുന്ന ഈ വാചകം ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അവസ്ഥയാണ് ഓർമ്മിപ്പിക്കുന്നത്. വർഷങ്ങളായി യുദ്ധങ്ങളും ആക്രമണങ്ങളും സൈനിക തീരുമാനങ്ങളും കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ ഉറക്കം കെടുത്തിയ നേതാവ്, ബോംബ് സ്ഫോടനങ്ങളുടെ ശബ്ദത്തിൽ കുട്ടികളുടെ രാത്രികളെ പേടി സ്വപ്നമാക്കിയ ഭരണാധികാരി, ഒരിക്കൽ കണ്ണടച്ച് സമാധാനമായി ഉറങ്ങാൻ ആഗ്രഹിച്ച അനേകം കുടുംബങ്ങളുടെ നെടുവീർപ്പുകളും കണ്ണീരും ഇന്ന് ഒരു ശാപം പോലെ നെതന്യാഹുവിനെ ചുറ്റി വരിയുന്നതായി തോന്നുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷത്തിന്റെ തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനും ഇസ്രയേലും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പുതിയ ഏറ്റുമുട്ടലുകൾ മേഖലയുടെ സുരക്ഷയെ മാത്രമല്ല ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെയും വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ അമേരിക്കയുടെ സമ്മർദ്ദം, ആഭ്യന്തര വിമർശനങ്ങൾ, ജനപിന്തുണയിലെ ഇടിവ്, യുദ്ധത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ ഭിന്നതകൾ എന്നിവയെല്ലാം ഒരേ സമയം നെതന്യാഹുവിന്റെ മേൽ പതിക്കുകയാണ്. ഒരു കാലത്ത് ശത്രുക്കൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ച നേതാവ് ഇന്ന് സ്വന്തം ഉറക്കം നഷ്ടപ്പെടുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെയാണ് നേരിടുന്നത്. ഒരിക്കൽ മറ്റുള്ളവരുടെ കഴുത്തിൽ ശ്വാസം മുട്ടലായി മാറിയ തീരുമാനങ്ങൾ ഇന്ന് അദ്ദേഹത്തിന്റെ തന്നെ രാഷ്ട്രീയ ഭാവിയെ മുറുക്കി പിടിക്കുന്ന കയറായി മാറുകയാണോ? അതുകൊണ്ട് തന്നെ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്ന ചോദ്യം ഒന്ന് മാത്രമാണ്: നെതന്യാഹുവിന്റെ ഉറക്കമില്ലാത്ത രാത്രികൾ ശരിക്കും ആരംഭിച്ചു കഴിഞ്ഞോ? ഇറാനുമായുള്ള പുതിയ സംഘർഷത്തിന് മുമ്പ് തന്നെ നെതന്യാഹു വിമർശനങ്ങളുടെ നടുവിലായിരുന്നു. ലെബനനിലെ ഹിസ്ബുള്ളക്കെതിരായ നടപടികൾ കൂടുതൽ ശക്തമാക്കണമെന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികളും സ്വന്തം സഖ്യകക്ഷികളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതേസമയം യുദ്ധം കൂടുതൽ വ്യാപിക്കാതിരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു. ഇസ്രയേലിന്റെ ഏറ്റവും ശക്തമായ അന്താരാഷ്ട്ര സഖ്യകക്ഷിയായ അമേരിക്കയുടെ പിന്തുണ നിലനിർത്തുകയും ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ നേരിടുകയും ചെയ്യേണ്ട ഇരട്ട വെല്ലുവിളിയാണ് ഇപ്പോൾ നെതന്യാഹുവിന് മുന്നിലുള്ളത്. അടുത്തിടെ ട്രംപ് നടത്തിയ ചില പരാമർശങ്ങൾ ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ലെബനനിൽ സൈനിക നടപടികൾ തുടരുന്നതുമായി ബന്ധപ്പെട്ട് നെതന്യാഹുവിനെ ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ അദ്ദേഹത്തിന്റെ വിമർശകർ കൂടുതൽ ശക്തരായി. അമേരിക്കയുടെ നിയന്ത്രണങ്ങൾ കാരണം ഇസ്രയേലിന്റെ ആവശ്യമായ രീതിയിൽ പ്രതികരിക്കാൻ കഴിയുന്നില്ലെന്ന് ചില സൈനിക നേതാക്കളും അഭിപ്രായപ്പെട്ടു. ഇത് നെതന്യാഹുവിന്റെ നേതൃത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്. ഇതിനിടെയാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പുതിയ ഏറ്റുമുട്ടൽ പൊട്ടിപ്പുറപ്പെട്ടത്. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രയേലിലെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തി. മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇത് ഇസ്രയേലിന്റെ പരമാധികാരത്തിന്റെ പ്രതിരോധ ശേഷിയുടെയും പരീക്ഷണമാണെന്ന് വാദിച്ചു. ദുർബലമായ പ്രതികരണം ശത്രുക്കൾക്ക് തെറ്റായ സന്ദേശം നൽകും എന്നായിരുന്നു ബെന്നറ്റിന്റെ നിലപാട്. അതിലും കടുത്ത ഭാഷയിലാണ് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റമർ ബെൻ ഗ്വിർ പ്രതികരിച്ചത്. ഇറാൻ കത്തി എരിയണമെന്ന അദ്ദേഹത്തിന്റെ പരാമർശം അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധിക്കപ്പെട്ടു. ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ നെതന്യാഹുവിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ജനപിന്തുണയിലെ ഇടിവാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ഇറാനെതിരായ സൈനിക നടപടികൾക്ക് വലിയ ജനപിന്തുണ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുകയാണ്. ദേശീയ സുരക്ഷാ പഠന സ്ഥാപനങ്ങളുടെ സർവേകൾ പ്രകാരം യുദ്ധത്തിന്റെ സൈനിക നേട്ടങ്ങളെ പിന്തുണച്ചിരുന്ന ഇസ്രയേലികളുടെ ശതമാനം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. യുദ്ധം ദീർഘകാലം തുടരുന്നതും വ്യക്തമായ രാഷ്ട്രീയ ഫലങ്ങൾ ഉണ്ടാകാത്തതുമാണ് ഈ അസന്തോഷത്തിന്റെ പ്രധാന കാരണം. അതേസമയം സംഘർഷം കൂടുതൽ രൂക്ഷമാകാതിരിക്കാൻ അമേരിക്ക സജീവമായി ഇടപെടുകയാണ്. ഇറാനുമായുള്ള ഒരു നയതന്ത്ര പരിഹാരത്തിനായി ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നുമുണ്ട്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് പൂർണ്ണമായും തുറന്നു കൊടുക്കുകയും പശ്ചിമേഷ്യയിൽ സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകളും ഇറാനെതിരായ ശക്തമായ പ്രതികരണത്തിനുള്ള ആഭ്യന്തര സമ്മർദ്ദവും നെതന്യാഹുവിനെ സങ്കീർണമായ അവസ്ഥയിലേക്ക് തള്ളിവിടുകയാണ്. വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം ഇപ്പോഴത്തെ സാഹചര്യം നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിയെ നേരിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഒരു വശത്ത് അമേരിക്കയുടെ പിന്തുണ നഷ്ടപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയില്ല. മറുവശത്ത് കടുത്ത ദേശീയവാദ നിലപാട് സ്വീകരിക്കുന്ന വോട്ടർമാരെയും സഖ്യകക്ഷികളെയും നിരാശരാക്കാനും കഴിയില്ല. ഈ രണ്ട് ശക്തികൾക്കിടയിൽ തുലനം കണ്ടെത്തുക എന്നത് അദ്ദേഹത്തിന് വലിയ വെല്ലുവിളിയാണ്. എന്നിരുന്നാലും നെതന്യാഹുവിനെ രാഷ്ട്രീയമായി എഴുതിത്തള്ളുന്നത് ഇപ്പോൾ നേരത്തെയായിരിക്കും. ഇസ്രയേൽ രാഷ്ട്രീയ ചരിത്രത്തിൽ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ച് തിരിച്ചു വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രതിസന്ധികളെ രാഷ്ട്രീയ അവസരങ്ങളാക്കി മാറ്റുന്നതിൽ അദ്ദേഹം സമർത്ഥനാണെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ. അമേരിക്കയുടെ നിയന്ത്രണങ്ങൾ ചൂണ്ടിക്കാട്ടി ആഭ്യന്തര വിമർശനങ്ങളെ ചെറുക്കാനും അതേസമയം അമേരിക്ക ഇസ്രയേൽ ബന്ധത്തിന്റെ ശക്തി എടുത്തുകാട്ടി അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാനും അദ്ദേഹത്തിന് കഴിയുമെന്ന് ചിലർ കരുതുന്നു. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്: ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഇപ്പോഴത്തെ സംഘർഷം വെറും സൈനിക ഏറ്റുമുട്ടൽ മാത്രമല്ല, അത് ഇസ്രയേലിന്റെ ഭാവി രാഷ്ട്രീയത്തെ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു നിർണായക ഘട്ടമായി മാറിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ യുദ്ധഭൂമിയിലെടുക്കുന്ന ഓരോ തീരുമാനവും നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിയെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ നിലനിൽപ്പിനെയും നേരിട്ട് ബാധിക്കുമെന്നതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. പശ്ചിമേഷ്യയിലെ സംഘർഷം എങ്ങനെ അവസാനിക്കും എന്നതുപോലെ തന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് നെതന്യാഹു എങ്ങനെ പുറത്തു വരുമെന്നതും ലോകം ഉറ്റുനോക്കുകയാണ്.